വേറൊരു കാര്യം, ഈ ഡാർക്ക് ഷെയ്ഡ് നമ്മുടെ ബാനറിലും ട്രെയിലറിലും ഒക്കെ കുറച്ച് ഡാർക്ക് ആയിട്ടാണ് മൂവിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോ നമ്മളിപ്പോ നരിവേട്ട ഇറങ്ങി, നരിവേട്ട നല്ല ത്രെഡുള്ള ഒരു മൂവിയാണ്. അത് തിയേറ്ററിൽ അത്രത്തോളം ഒരു സക്സസ് ആയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. കാര്യം അതിന് കിട്ടേണ്ട നല്ല രീതിയിൽ അത് മേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഡാർക്ക് ഷെയ്ഡ് എന്ന് പേടിച്ച് ഫാമിലികൾ കയറാത്ത ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതുപോലെ ഈ ഡാർക്ക് ഷെയ്ഡ് വരുമ്പോൾ അങ്ങനെ ഫാമിലി കേരള എന്നൊരു പേടിയുണ്ടോ? നമുക്ക് ഇത് കിട്ടിയിരിക്കുന്ന സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്നത് UA ആണ്, 13+ ആണ്. ഉണ്ട് നല്ല ഡാർക്ക് ഷെയ്ഡ് പറയുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് നമുക്കൊരു ഫാമിലി സബ്ജക്റ്റാണ് പോകുന്നത്. സെക്കൻഡ് ഹാഫ് നമുക്ക് അതനുസരിച്ച് നമ്മൾ കാട്ടിലേക്ക് കയറുമ്പോൾ ഒരു ഡാർക്ക് മോഡിലേക്ക് പോകുന്നത്. അല്ലാതെ എന്തെങ്കിലും ഒരു സമയം കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ക്യാരക്ടർ പന്നി മാത്രമേ ഉണ്ടാവുള്ളൂ. കണ്ടപ്പോ തോന്നിയതേ കുറച്ചുകൂടി പിന്നെ നമ്മുടെ ട്രെയിലറിലൊക്കെ കുറച്ചും കൂടി ഫാമിലിനെ കുറച്ചും കൂടി ഇൻവൈറ്റ് ചെയ്യുന്ന രീതിയിൽ കുറച്ച് ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. അല്ല, അതുണ്ട്. നമുക്ക് എന്തായാലും ട്രെയിലർ എന്ന് പറയുന്നത് നമുക്ക് 2 മിനിറ്റേ ഉള്ളൂ. നമുക്ക് ഫിലിം ഒരു 1.5 മണിക്കൂറോളം, നമുക്ക് 1 മണിക്കൂർ 40 മിനിറ്റോളം ഫിലിം കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എന്തോന്നാലും ഉണ്ട്, ഫാമിലി ബേസ്ഡ് ആയിട്ടുള്ള സീൻസ് ഉണ്ട്, ഫ്രണ്ട്ഷിപ്പ് കാണിക്കുന്നുണ്ട്, അതിൽ ഇമോഷൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഒരു 2 മിനിറ്റിൽ കാണിക്കാൻ പറ്റുന്ന ഒരു നല്ല ഇമോഷൻസ് എടുത്തിട്ട് മാത്രമേ ഉള്ളൂ. എല്ലാം ഉണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു 1.5 മണിക്കൂറോളം നമുക്ക് ഫാമിലി ബേസ്ഡ് തന്നെയാണ് പോകുന്നത്. പിന്നെ ആ കഥ അനുസരിച്ച് നമ്മളത് പോകുന്നു. മെയിൻലി നമുക്ക് ത്രെഡ് ഇതാണ്, ഒരു മനുഷ്യനും മൃഗവും തമ്മിലുള്ള ഒരു പരിപാടി മാത്രമാണ് ഉദ്ദേശിച്ചത്. അതിനുവേണ്ടി നമ്മൾ ആ നാട് കാണിക്കുമ്പോൾ എന്തായാലും അവിടുത്തെ ഫ്രണ്ട്സിൻ്റെ ഇത് കാണിക്കണം, ഫാമിലി കാണിക്കണം, ഇമോഷൻസ് കാണിക്കണം, ഭാര്യ ബന്ധം ഇതൊക്കെ കാണിക്കണം. അപ്പോൾ അതുണ്ട്. ഒരു ഫീമെയിൽ ക്യാരക്ടർ ഒരു ഹീറോയിനായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അതിലുണ്ട്. എന്തായാലും നമ്മൾ തൃശ്ശൂരായിരുന്നു, PG ഫോറസ്റ്റിലായിരുന്നു കൂടുതൽ. കാട് മൊത്തം PG ഫോറസ്റ്റ് ആയിരുന്നു, ബാക്കി ഷൂട്ടൊക്കെ തൃശ്ശൂരായിരുന്നു. പ്രൊഡ്യൂസർ ചേട്ടാ, ഇതുപോലുള്ള ഒരു ഫിലിം എടുക്കാനുള്ള ചങ്കൂറ്റം എങ്ങനെ കിട്ടി? ഒരു ഫാമിലി സബ്ജക്റ്റ് ഒക്കെ ആയിരുന്നെങ്കിൽ കൂടുതൽ ഫാമിലി ഇടിച്ചു കയറാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നില്ലേ? എന്റെ സബ്ജക്റ്റ് കിട്ടാന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ കൂട്ടുകാരന്മാരെ, എന്റെ സംവിധായകൻ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരന്മാര് 4-5 പേരുണ്ട്. അവരുള്ള വിശ്വാസം, പിന്നെ അവർ കൊണ്ടുവന്ന അമീർ, പപ്പേട്ടൻ, അവരിലേക്ക് നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അവസാനമായിട്ട് ആള് ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടാണ്. കുറെ പേര് നന്നായി ഹെൽപ്പ് ചെയ്തതിന് ഒരു പോസിറ്റീവാണ്. ഞാൻ ഹാപ്പിയാണ്. ഹാപ്പി എന്ന് പറഞ്ഞ പോലെ നല്ല ഹാപ്പിയാണ്. ഒരുപാട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ ഞങ്ങള് ഇത് ഡമ്മിയുണ്ട്, അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഗ്രാഫിക്സ്. പക്ഷെ കുറെ ദിവസം അങ്ങനെ ഞങ്ങൾ ഷൂട്ട് വേണ്ടി ഇങ്ങനെ നീണ്ടുകൊണ്ട് പോയി. വളരെയധികം ബുദ്ധിമുട്ടി. വർഷങ്ങൾ 3-4 വർഷമായി ഷൂട്ട് തുടങ്ങി. അപ്പോൾ അതിനോട് ഞാൻ തന്നെ ചോദിക്കാം, അവരെനിക്ക് ചോദിക്കും. കൂടാതെ നമ്മുടെ ഒരു ഹീറോയും കൂടിയാണ്. എങ്ങനെയുണ്ടായിരുന്നു പടത്തിൻ്റെ എക്സ്പീരിയൻസ്? എൻ്റെ കൂടെ അഭിനയിച്ചത് പറയും. ഇതില് സംസാരിക്കുന്നത് തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ അനുഭവം. പിന്നെ അമീർ പ്രോയുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ 7th സിനിമ കാണുമ്പോൾ അതിനകത്ത് ഫസ്റ്റ് ഡേ തന്നെ കണ്ടിട്ടില്ല. ഞാൻ എല്ലാ സിനിമകളും പരമാവധി ഫസ്റ്റ് ഡേ തന്നെ പോയി കാണും. പിന്നെ ആ സിനിമ കാണാൻ നേരത്ത് അതിനകത്തൊരു ഫൈറ്റ് സീക്വൻസിൽ അമീർക്ക് ഇങ്ങനെ എല്ലാവരും സെൻട്രലിൽ കയറി വന്നിട്ടൊരു ഗേറ്റ് ഇങ്ങനെ ചവിട്ടി പൊളിക്കുന്ന ഒരു സീന്, അത് തിയേറ്ററിൽ നല്ലൊരു കയ്യടി കിട്ടിയൊരു സീനായിരുന്നു. അതിൽ ഞാനും കയ്യടിച്ച ഒരാളായിരുന്നു. അത് ഞാൻ അമീറിനോട് നേരിട്ട് കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആളുടെ കൂടെ എനിക്ക് അഭിനയിക്കാൻ പറ്റിയത് എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. പിന്നെന്താ പറയാ, ഞാന് 16 വയസ്സിലാണ് അതിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അത് ദിലീപേട്ടൻ്റെ ഡോൺ എന്ന് പറഞ്ഞ സിനിമ, ഷാജി സാർ സംവിധാനം ചെയ്തിട്ടുള്ളത്. പിന്നീട് ഒന്നും മിണ്ടാതെ സുഗീതേട്ടൻ്റെ, ജയറാമേട്ടൻ്റെ ഡയലോഗ് ചെയ്തിട്ടുള്ള സിനിമ ഇതേറ്റാണ്. എനിക്ക് ഒരു ആർട്ട് പാസിങ് മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് മരുഭൂമിയിലാന, അതായത്
ആവേശത്തിലെ അമ്പാൻ ശരിക്കും എൻ്റെ സുഹൃത്താണ് സജിൻ ഗോപു. ഞങ്ങൾ ലോക്ക്ഡൗൺ ടൈമിൽ വരെ ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനും അമീർ ബ്രോയും കൂടിയിട്ട് ഒരു 5 എന്ന് പറഞ്ഞ സിനിമ ചെയ്തിരുന്നു പാലക്കാട്. അത് അപ്പോൾ അതുവഴി ഡ്രോപ്പ് ആയി പോയ സിനിമ. അതാണ് ശരിക്കും ആദ്യം അഭിനയിച്ചത്. ഇവരുടെ ഡയലോഗ് കേട്ട് സീനായിട്ട് അന്നാണ് അമീർ ബ്രോനെ ഞാൻ പരിചയപ്പെടുന്നത്. അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ഇപ്പോൾ ഈ സിനിമയിലൂടെ അങ്ങനെ കിട്ടി. അവളുടെ കൂടെ സുഹൃത്തായിട്ടാണ് കിരൺ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഈ സിനിമ ഞാനും എൻ്റെ കൂട്ടുകാരൻ അനീഷ്, അതുപോലെ റംസൽ അസീസ്, ശരത്ത്, വേണുഗോപാൽ, ഈ 4 പേര് കൂടിയാണ് ഈ സിനിമ ചർച്ച ചെയ്യപ്പെടുന്നത്, അങ്ങനെ ഉണ്ടാക്കിയത്. അപ്പോൾ അതിൽ പ്രൊഡ്യൂസറായിട്ട് ബിനോഷ് എൻ്റെ അയൽവക്കാണ്. ആളിലേക്ക് ഈ കഥ അങ്ങനെ സമീപിച്ചു. അപ്പോൾ എന്തിനും തയ്യാറായിട്ട് നമുക്ക് ചെയ്യാം, സിനിമ ചെയ്യാം. അതിനാണെങ്കിൽ കുറേ സ്ട്രഗിളിങ്ങും കുറേ പ്രശ്നങ്ങളും സങ്കടങ്ങളും. ഏതോ അതെ, തൃശ്ശൂർ. അപ്പൊ അങ്ങനെ വിനോഷ് എന്തിനും സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുമായിരുന്നു ഞങ്ങളുടെ കൂടെ. അങ്ങനെ സിനിമ സംഭവിച്ചു. പിന്നെ കപ്പേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയൊരു ഒരുപാട് ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. സന്തോഷം.